നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയൻ എന്ന നടനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമയാണ് കോളിളക്കം. അതോടൊപ്പം തന്നെ ബെൽ ബോട്ടം ബാൻഡും നല്ല വീതിയുള്ള കോളറും കൂളിംഗ് ഗ്ലാസും ആരെയും മയക്കുന്ന ഒരു ചിരിയുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആകാരവടിവ് തന്നെയാണ്. നല്ല ഉറച്ച മസിലുകളുള്ള ശരീരം. അതുകൊണ്ട് തന്നെ മലയാളിക മനസ്സിൽ ആക്ഷൻ ഹീറോ എന്ന് പറയുമ്പോൾ ജയനെ ഒഴിവാക്കി നമ്മൾക്ക് ആക്ഷൻ ഹീറോസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. സിക്സ് പാക്കുകളൊക്കെയുള്ള ആക്ഷൻ ഹീറോസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ശരപഞ്ചരത്തിൽ കുതിരയുടെ പുറത്ത് എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ പിന്നിൽ നിന്നുള്ളൊരു ഷോട്ടുണ്ട്. വിരിഞ്ഞു വരുന്ന അദ്ദേഹത്തിന്റെ തോളും ബാക്ക് മസിൽസും ഒക്കെ നമ്മളെ അന്നും ഹരം കൊള്ളിച്ചിട്ടുണ്ട്, ഇന്നും ഹരം കൊള്ളിക്കുന്നുണ്ട്. അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച കോളിളക്കം എന്ന സിനിമ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കഥകളാണ് ഇന്നത്തെ കഥ പറച്ചിലിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നുപോലെ കേട്ടോ. ശരപഞ്ചരം, മീൻ, അങ്ങാടി ഈ സിനിമകളൊക്കെ വന്നതോടെ ജയനെക്കുറിച്ച് ആൾക്കാർക്കുണ്ടായിരുന്ന സങ്കല്പം മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാഹസിക സംഘടന രംഗങ്ങൾ മാത്രമല്ല, നല്ല ക്യാരക്ടർ റോളും ചെയ്യാൻ കഴിയുന്ന ആളാണ് ജയൻ. അതിനു പറ്റിയൊരൊത്ത ആക്ഷൻ ഹീറോ ആയിട്ട് ജയൻ വളർന്നു വരും എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് വളർന്നു വരികയും ചെയ്തു. ജയന് മുൻപേ നായക സങ്കല്പം എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു നായകനാണ്, മനോഹരമായി ചിരിക്കാൻ കഴിയുന്ന നായകൻ. ഒരുപക്ഷെ സത്യനെ പോലെ പരിക്കൻ മുഖമുള്ള നടന്മാരുണ്ടായിരുന്നുവെങ്കിലും പൊതുവിൽ നായകൻ ഉണ്ടാകേണ്ട ഒരു ക്യൂട്ട്നെസ് വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അതിനിടയിലേക്കാണ് ഉറച്ച മസിലുകളും ആകാരവടിവും ബലിഷ്ഠമായ ശരീരവുമായിട്ട് ജയൻ കടന്നു വരുന്നത്. ജയൻ ഇങ്ങനെ സ്റ്റാർഡത്തിലേക്ക് വന്നതോടുകൂടെ അദ്ദേഹത്തിനെ തേടി സാഹസിക രംഗങ്ങളുള്ള ആക്ഷൻ ഹീറോ സിനിമകൾ ഒരുപാട് എത്തി. നല്ല ആക്ഷൻ രംഗങ്ങളുള്ള ശക്തനായ നായകൻ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കഥകൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ വെച്ച് സിനിമ എടുക്കാൻ എത്തിയവരാണ് ഹരിഹരൻ, സുന്ദരൻ, ജയാനന്ദ ടീം. ഇതിലെ ഹരിഹരൻ ഹോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസായിരുന്ന കൊളംബിയ പിക്ചേഴ്സിന്റെ ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജറായിരുന്നു. അദ്ദേഹം മലയാളത്തിൽ 1-2 സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. മറ്റൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായിട്ടിരിക്കുന്ന സമയത്താണ് ക്യാമറമാനും തന്റെ സുഹൃത്തുമായിരുന്ന PN സുന്ദരത്തെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തോട് ഈ കാര്യം പറയുന്നു. PN സുന്ദരം പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വിജയാനന്ദനെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിക്കാം. വിജയാനന്ദൻ അന്ന് ആക്ഷൻ സിനിമകളുടെ സംവിധായകനാണ്. വിജയാനന്ദനെ കണ്ട് ഇവർ കാര്യം പറയുന്നു. അപ്പോൾ അദ്ദേഹം ആവേശം എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞു. ശക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയുടെ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തി എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ സിനിമ തുടങ്ങാമെന്ന് വിജയാനന്ദ് പറയുന്നു. സംവിധാനം ചെയ്യാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയത് സുന്ദരത്തെയാണ്. സുന്ദരം അതുവരെ വേറെ സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ വിജയാനന്ദിന് മേൽനോട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞതോടെ സുന്ദരം സംവിധാനം ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ സുന്ദരം സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം കൂടിയാണ് കോളിളക്കം. കോളിളക്കം ഒരു മൾട്ടി സ്റ്റാറർ ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ 2020 എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സൊക്കെ പോലെയുള്ള ഒരു മൾട്ടി സ്റ്റാറർ മൂവിയായിരുന്നു അത്. ആ സമയത്തെ പ്രമുഖ നായക നടന്മാരായിരുന്ന മധു, സോമൻ, സുകുമാരൻ, ജയൻ. മറുവശത്ത് അക്കാലത്തെ ഏറ്റവും ബെസ്റ്റ് വില്ലന്മാരായ ബാലൻകെ നായരും MN നമ്പ്യാരും, പിന്നെ ഉമ്മർ, KR വിജയ, സുകുമാരി, സുമലത, അങ്ങനെ നീണ്ട ഒരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ സിനിമ പറയുന്ന കഥ ഒരു പുതുമയുള്ള പ്രമേയമെന്നായിരുന്നില്ലേ. ഇപ്പോൾ അതിനു മുൻപേ തന്നെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു, അവർ 2 സാഹചര്യങ്ങളിൽ വളർന്നു വരുന്നു, അവർ വീണ്ടും ഒന്നാകുന്നു, മാതാപിതാക്കളെ കണ്ടുമുട്ടുന്നു. ആ പ്രമേയത്തിൽ വേറെ കഥകളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അരക്കള്ളൻ, മുക്കാക്കള്ളൻ. അപ്പോൾ അതൊരു പുതിയ പ്രമേയമൊന്നുമല്ല. മാത്രമല്ല, വക്ത് എന്ന ഹിന്ദി സിനിമയുടെ ആശയം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് കാരണം ജയൻ തന്നെയാണ്. ജയനാണ് സംവിധായകനായ ജയാനന്ദിനോട് സുനിൽ ദത്ത് നായകനെ അഭിനയിച്ച് യാഷ് ചോപ്ര സംവിധാനം ചെയ്ത വക്ത് എന്ന സിനിമയെക്കുറിച്ച് പറയുന്നത്. വിജയാനന്ദ് ഈ കാര്യം ഹരിഹരനോടും സുന്ദരത്തോടും പറയുന്നു. ഹരിഹരൻ നേരത്തെ ആ സിനിമ കണ്ടിട്ടുള്ളതായിരുന്നു. പക്ഷെ ഒന്നുകൂടെ സുന്ദരത്തോടൊപ്പം പോയി ആ സിനിമ കണ്ടു. അവർക്ക് അതിന്റെ പ്രമേയം ഇഷ്ടമായി. അപ്പോൾ അതിനടിസ്ഥാനമാക്കിയിട്ട് കഥയുണ്ടാക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ കഥ തയ്യാറായി. സിനിമയുടെ ചിത്രീകരണം മുന്നോട്ട് പോയി. ക്ലൈമാക്സ് ചിത്രീകരിക്കേണ്ട സമയമായി. സത്യത്തിൽ കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചെറിയ വേദന പൊടിഞ്ഞു വരും. കാരണം ആ ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ജയനെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത്. മദ്രാസിലെ ഷോരവാരത്തുള്ള റെഡ് ഹിറ്റ്സിലായിരുന്നു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് ജയൻ മറ്റൊരു പടത്തിലൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ. ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ട് ഒരു 2 ദിവസം കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഈ സമയത്താണ് ക്ലൈമാക്സ് ചിത്രീകരിക്കാനുള്ള ഹെലികോപ്റ്റർ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരം ജയന് ലഭിക്കുന്നത്. അപ്പോൾ ജയൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. കാരണം 2 ദിവസം കൂടിയുള്ള ഈ സിനിമ, അത് കഴിഞ്ഞിട്ട് പോകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അക്കാര്യം സെറ്റിലുണ്ടായിരുന്ന പ്രേം നസീറിനോട് ജയൻ പറയുകയും ചെയ്തു. അപ്പോൾ പ്രേം നസീർ അദ്ദേഹത്തോട് പറഞ്ഞത്,
2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. ഒരുപക്ഷെ പ്രേം നസീർ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ജയനെ നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ആക്സിഡന്റ് എന്നൊക്കെ പറയുന്നത് വളരെ ആകസ്മികമായി സംഭവിക്കുന്ന കാര്യമാണ്. ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസം ചിലപ്പോൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയൻ ആ അപകടത്തിൽ പെടുമായിരുന്നില്ല. പക്ഷേ ഹെലികോപ്റ്ററിന്റെ വാടക ഒരു ദിവസം 40,000 രൂപയാണ്. 2 ദിവസം വൈകിയാൽ 80,000 രൂപ ഈ ഹെലികോപ്റ്ററിന് വാടക വെറുതെ കൊടുക്കണം. അതുകൊണ്ട് മദ്രാസിൽ പോയി ആ രംഗം ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാമെന്ന് ജയൻ തീരുമാനിച്ചു. ഒരു ദിവസത്തെ ചിത്രീകരണം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ജയൻ ചിത്രീകരണത്തിന് വേണ്ടി പോയി. ക്ലൈമാക്സ് രംഗത്ത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അച്ഛനായിട്ട് അഭിനയിക്കുന്ന മധു, അമ്മയായിട്ട് അഭിനയിച്ച KR വിജയ, ജയന്റെ സഹോദരന്മാരെ അഭിനയിക്കുന്ന സോമൻ, സുകുമാരൻ, ഇവരെല്ലാം തന്നെ ആ രംഗത്തിലുണ്ട്. ചിത്രീകരിക്കേണ്ടിരുന്ന രംഗത്തിലെ വില്ലനായ ബാലൻ കെ നായർ ഈ സ്വത്തുക്കളും ഒക്കെ ആയിട്ട് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടുന്ന സീനായിരുന്നു. അങ്ങനെ പോകുന്ന ബാലൻ കെ നായർ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സുകുമാരനൊപ്പം ബൈക്കിലേക്ക് വരുന്ന ജയൻ ഹെലികോപ്റ്ററിലേക്ക് ചാടിക്കയറുകയും അങ്ങനെ ബാലൻ കെ നായരെ കീഴടക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ചിത്രീകരിക്കേണ്ടിയിരുന്നത്. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ആദ്യം എഴുതിയിരുന്നത് ഈ സംഘട്ടനത്തിൽ വെച്ച് ജയൻ കൊല്ലപ്പെടുന്നുവെന്നാണ്. പക്ഷെ അങ്ങനെ ജയൻ മരിക്കുന്ന ഒരു ക്ലൈമാക്സ് ജനങ്ങൾ അംഗീകരിക്കില്ല, അത് ചിലപ്പോൾ സിനിമയുടെ വിജയത്തെ ബാധിക്കുമെന്ന് മധു പറഞ്ഞതനുസരിച്ചിട്ട് എന്നാൽ പിന്നെ ജയൻ മരിക്കുന്ന രീതിയിൽ ക്ലൈമാക്സ് വേണ്ട, ഫാമിലി എല്ലാം ഒന്നിച്ചു ചേരുന്നിടത്ത് ആ സിനിമ അവസാനിപ്പിക്കാം എന്നാണ് അവർ കരുതിയിരുന്നത്. ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. ആ സമയത്ത് മൂടൽമഞ്ഞ്, മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറി വെയിൽ വീണിട്ട് ഷൂട്ട് ചെയ്യാമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. മഴ മാറി, പക്ഷെ കാലാവസ്ഥ അത്ര അനുകൂലമായിരുന്നില്ല, ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ആർക്ക് ലൈറ്റുകൾ വെച്ച് ആ ലൊക്കേഷൻ ലൈറ്റപ്പ് ചെയ്തിട്ടാണ് ഇവർ ഷൂട്ടിങ് തുടരുന്നത്. ആ രംഗം ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സുകുമാരൻ ഒരിക്കലും ഒരു സിനിമാ വാരികയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, എഴുതിയതോ പറഞ്ഞതോ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ജയൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞിരുന്നു അത്രേ: സുകുമാരൻ വരുന്ന ബൈക്കിന്റെ പിന്നിൽ എഴുന്നേറ്റ് നിന്ന് കുറച്ചുനേരം യാത്ര ചെയ്തതിനു ശേഷമാണ് ഹെലികോപ്റ്ററിലേക്ക് ചാടിക്കയറുന്നത്. ജയൻ അങ്ങനെ ചാടി ഹെലികോപ്റ്ററിൽ പിടുത്തമിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ തല താഴ്ത്തി വശത്തേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് സുകുമാരനോട് ജയൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിന്റെ പിൻഭാഗത്തുള്ള പങ്ക സുകുമാരന്റെ തലയിൽ വന്നടിക്കാൻ സാധ്യതയുണ്ട്. അപ്രകാരം കൂടെ അഭിനയിക്കുന്നവരുടെ സുരക്ഷയെക്കുറിച്ച് കൂടെ ചിന്തിച്ചിരുന്ന ആളായിരുന്നു ജയൻ. അങ്ങനെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു, ഓക്കെ പറഞ്ഞു. പക്ഷേ ജയന് ഒരു തൃപ്തി തോന്നിയില്ല. ജയൻ ആക്ഷൻ രംഗങ്ങളിൽ കുറച്ചുകൂടെ സാഹസികത ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം ആക്ഷൻ രംഗങ്ങൾ സ്പോട്ടിൽ ഇംപ്രൊവൈസ് ചെയ്യും. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കുണ്ട്ര ജോണിയാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഈ ആക്ഷൻ രംഗങ്ങളിടയിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് കൃത്യമായ ടൈമിങ്ങോ അല്ലെങ്കിൽ റിഫ്ലക്സോ ലഭിക്കില്ല. അപ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ജയനെ ആ രംഗം ഒന്നുകൂടി ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഡ്യൂപ്പിനിട്ട് ചെയ്യാമെന്നാണ് സംവിധായകൻ പറഞ്ഞിരുന്നത്. പക്ഷേ ജയൻ അത് സമ്മതിച്ചു കൊടുത്തില്ല. മാത്രമല്ല ഈ ഹെലികോപ്റ്ററിന് മറ്റൊരു ഹിസ്റ്ററി കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മേന്ദ്ര അഭിനയിച്ച ഒരു സിനിമയിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ധർമ്മേന്ദ്രയ്ക്ക് ഡ്യൂപ്പിട്ട് അഭിനയിച്ച ആൾ ഈ ഹെലികോപ്റ്ററിൽ വെച്ച് അപകടത്തിൽ കടലിലേക്ക് വീണ് മരിച്ചുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം ആ ഹെലികോപ്റ്ററിനുണ്ട്. ഇവർ രണ്ടാമത് രംഗം ഷൂട്ട് ചെയ്യുന്നു. സുകുമാരൻ ജയന്റെ നിർദ്ദേശമനുസരിച്ച് ജയൻ ഹെലികോപ്റ്ററിൽ പിടുത്തം വിട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അദ്ദേഹത്തിന് യാതൊരു വിധത്തിൽ അപകടം സംഭവിക്കുന്നില്ല. പക്ഷേ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നു. ആ അപകടത്തിൽ ജയൻ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി. ജയന്റെ മരണത്തിന് ശേഷം ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ അതിന്റെ പിന്നാലെ വന്നിരുന്നു. ബാലൻ കെ നായർക്ക് ജയനുള്ള വൈരാഗ്യം കൊണ്ടാണ് ജയൻ അപകടം സംഭവിച്ചത്. അതേപോലെ ജയനെ രക്ഷിക്കാമായിരുന്നു, പക്ഷേ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. MGRൻ്റെയും ജയനും ഇടയിലുണ്ടായിരുന്ന ചില ഫ്രിക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ചർച്ചകൾ എന്തൊക്കെയായാലും ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളെ ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപാട് സിനിമകളൊക്കെ നമ്മൾക്ക് സമ്മാനിക്കുമായിരുന്ന അതിസാഹസികനായ ഒരു ആക്ഷൻ ഹീറോയെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മൾക്കെന്നല്ല, മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇതൊക്കെയാണ് കോളിളക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ. ഇതിൽ പറഞ്ഞ പല സംഭവങ്ങളും ബീന രഞ്ജിനി എഴുതിയ ഹിറ്റുകളുടെ കഥ എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഈ കഥകൾ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. മറ്റൊരു കഥ പറച്ചിലുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.